ഇന്നലത്തെ എപ്പിസോഡിൽ ആദ്യം ഡിസ്കസ് ചെയ്തത് പവർ റൂമിൻ്റെ പവർ ഫെയിലിയറിനെ കുറിച്ചിട്ടാണ്. അതിലെല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഇവർ ആ പവർ ഉപയോഗിച്ച് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. മാത്രമല്ല 5 പേർക്ക് 5 അഭിപ്രായമാണ്. ഇതിനെ പറ്റിയിട്ട് പവർ റൂമിലുള്ള ഓരോ മെമ്പേഴ്സിനോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിൽ ജാൻമണി ആദ്യം പറയുന്നത് എല്ലാവരെയും ഈക്വലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു, അൺഫെയർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്, ലാലേട്ട 5 ആൾക്കും 5 അഭിപ്രായമാണ്, പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, പവർ റൂമിലുള്ള ഡിസ്കഷൻസ് ഒന്നും പുറത്ത് പറയരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അതാരും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, അപ്പോൾ ഗബ്രി പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഒന്ന് പരിങ്ങി. അപ്പോൾ ഗബ്രി, ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ മനസ്സിൽ എന്ന്. അപ്പം ഞങ്ങളുടെ മനസ്സിലോ? ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ലാലേട്ടാ. അതിൽ യമുന പറയുന്നത്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നാണ്, ആരും വിട്ടുകൊടുക്കത്തില്ല എന്ന്. ശ്രീരേഖ പറയുന്നത്, പവർ റൂമിൻ്റെ ബാഡ്ജ് ഊരി വെച്ചിട്ട് വേറൊരു റൂമിൽ പോയി കിടന്ന് രാവിലെ വന്നിട്ട് ആ ബാഡ്ജ് എടുത്ത് കുത്തി എനിക്ക് പവർ ഉണ്ടെന്നും പറഞ്ഞിട്ട് പവർ റൂമിലെ ആൾക്കാർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് തോന്നിപ്പോയി ലാലേട്ടാ എന്ന് ശ്രീരേഖ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നടന്ന താക്കോല് കാണാതെ ആയപ്പോഴത്തേക്കിനും നടന്ന സമരത്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ആരാണ് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം റോക്കി എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് സിജോ എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും 2 പേരും ഞാനാണ് ആദ്യം ഇതിന് പറഞ്ഞതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ റോക്കി പറയുന്നത്, ശ്രീരേഖ വന്നിട്ട് റോക്കീൻ്റെ അടുത്ത് റോക്കി അല്ലേ ഇത് എടുത്തത് എന്ന് പറഞ്ഞ് റോക്കിനെ കള്ളനാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെയാണ് ഞാൻ സമരത്തിന് ആഹ്വാനം ചെയ്തതെന്നാണ് റോക്കി പറയുന്നത്. സിജോയും പറയുന്നത്, ഞങ്ങളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ആലോചിച്ചതാണ് സമരം ചെയ്യാന്നുള്ളത് സിജോയും പറയുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രേക്കിൻ്റെ സമയത്ത് സിജോയും റോക്കിയും കൂടെ പൊരിഞ്ഞാടി. സമരത്തിന് ആഹ്വാനം ചെയ്തതിൻ്റെ അവകാശവാദത്തെ പറ്റിയാണ് പിന്നെ വഴക്ക്. അതിൽ റോക്കി പറയുന്നുണ്ട്, സ്വന്തം പോസ്റ്റിൽ ഗോൾ അടിക്കടാ, വല്ലവൻ്റെയും പോസ്റ്റിൽ ഗോൾ അടിക്കാതെന്നൊക്കെ സിജോൻ്റെ അടുത്ത് റോക്കി പറയുന്നുണ്ട്. അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട്, എനിക്കതിൻ്റെ അവകാശവാദം കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ്, ഞാനാണത് പറഞ്ഞതെന്നാണ് എൻ്റെ ഇതിൽ എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയൊക്കെ വിഷയം എടുത്തിരുന്നത്. അതിൽ ജാസ്മിൻ്റെ അടുത്ത് ആദ്യം പറയുന്നുണ്ട്, ഫാദറിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഡേറ്റിന് ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഗബ്രി ഐസ്ക്രീമിന് വേണ്ടിയിട്ട് വഴക്കിട്ട ആ വിഷയത്തിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അതിൽ അപ്സരേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്സര എന്താണ് വിഷയം എന്ന് ചോദിക്കുമ്പോൾ അപ്സര പറയുന്നുണ്ട്, ഫുൾ ബോട്ടിൽ ഐസ്ക്രീം ഒന്നും എടുത്തിട്ടില്ല, 2 സ്പൂൺ ഐസ്ക്രീമാണ് എടുത്തത്. തലേ ദിവസം എല്ലാവരുടെയും ഷെയർ ചെയ്താണ് ലാലേട്ട കഴിച്ചത്. അത് മുഴുവനും എടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ല, 2 സ്പൂൺ ഇങ്ങനെ കഴിക്കാൻ എടുത്തപ്പോഴത്തേക്കിനുമാണ് പിന്നെ ഗബ്രി ഇങ്ങനെ കുറച്ചിതാക്കിയിട്ട് സംസാരിച്ചത്, എൻ്റെ ഐസ്ക്രീം അല്ലേ, എന്നോട് ചോദിച്ചിട്ട് വേണ്ട എടുക്കാനെന്നൊക്കെ. വേറെ എന്ത് സാധനത്തിനാണേലും പ്രശ്നമില്ല, പക്ഷെ ഇത് ഭക്ഷണത്തിൻ്റെ കാര്യമാകുമ്പോഴത്തേക്കിനുമാണ് അത്രയും വിഷമം വന്നതെന്ന് അപ്സര പറയുന്നു. അപ്പോൾ ജാൻമണിയും പറയുന്നുണ്ട്, നല്ല വിഷമം വന്നു ലാലേട്ട, ഐസ്ക്രീം അല്ലേ, വേറൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ ഗബ്രീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഗബ്രി എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഗബ്രി പറയുന്നുണ്ട്, എൻ്റേതായിട്ടുള്ള എന്ത് കാര്യമാണേലും എടുക്കുമ്പം എന്നോടൊന്ന് ചോദിക്കണം. തലേ ദിവസം ജാസ്മിൻ്റെ ഐസ്ക്രീമും ഇതേപോലെ തന്നെ എല്ലാവരും എടുത്ത് കഴിച്ചിരുന്നു എന്ന്. അപ്പോൾ അവിടെ ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഗബ്രി ഇങ്ങനെയാണോ പറഞ്ഞത്, എന്നോടൊന്ന് ചോദിച്ചിട്ട് എടുത്തുകൂടായിരുന്നോ, എൻ്റെ ഐസ്ക്രീം അല്ലേ, കഴിക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ, ഇങ്ങനെയാണോ ഗബ്രി ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അപ്പം ഗബ്രി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിച്ചതെന്ന്. പക്ഷെ അന്ന് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ജാസ്മിനും ഗബ്രിയും കൂടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനതിനൊന്നും ചോദിച്ചിട്ടില്ല, ഞാനത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ നിങ്ങൾക്ക് എടുക്കുമ്പോൾ എന്നാണ് ജാസ്മിനും അതെ ഗബ്രി അതെ എല്ലാവരോടും ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇത് തന്നെ ജാസ്മിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, അത് അവൻ നോർമലി സംസാരിക്കുമ്പോഴത്തേക്കിനും അങ്ങനെയാണ് ലാലേട്ട സംസാരിക്കുന്നത്, അല്ലാതെ അവരോട് ദേഷ്യത്തിൽ കഴിക്കണ്ടെന്നൊന്നും അല്ല പറഞ്ഞതെന്നാണ്. ജാസ്മിനും അന്ന് അങ്ങനെയല്ല പറഞ്ഞത്, അവൻ വളരെ ഇതിൽ ഇങ്ങനെ ചോദിച്ചു എന്നാണ്, എൻ്റെതൊന്ന് ചോദിച്ചിട്ട് എടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു എന്നുള്ള രീതിയിലാണ് ജാസ്മിനും എല്ലാവരുടെ അടുത്തും അന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഈ ഐസ്ക്രീമിൻ്റെ വിഷയം റോക്കീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോക്കി പറയുന്നുണ്ട്, ഇവർ 2 പേരും 2 ആണോ അതോ 1 ആണോ എന്ന് എനിക്ക് സംശയമാണ് ലാലേട്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുന്ന കാര്യം റോക്കി റിയാക്ട് ചെയ്യുന്ന കാര്യമൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീടിൻ്റെ പ്രമാണം പണയം വെച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ അഭിമാനം പണയം വെച്ചിട്ടില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ ഗബ്രീൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, ഗബ്രിയും ജാസ്മിനും റോക്കി ആയിട്ടുള്ള വഴക്കിൽ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ആദ്യം പറയുന്നത് പ്രൊവോക്ക് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വേറെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പ്ലാൻ ചെയ്ത് ഉന്നം വെച്ചിട്ട്
എറിഞ്ഞത് കൊണ്ടാണ് അത്രയും ഞങ്ങൾക്ക് ദേഷ്യം വന്നത് എന്ന് പറഞ്ഞു. ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ പ്രൊവോക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ലേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല ഞങ്ങൾ പ്രൊവോക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ പിന്നെ റോക്കിനെ പറ്റിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അവിടെ നടന്നതെന്നുള്ളത് കാണണോ എന്ന് ബാക്കിയുള്ളവരോട് ചോദിച്ചപ്പോൾ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സീൻ ഇട്ട് കൊടുക്കുകയാണ്, ഗബ്രിയും ജാസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതും ഓപ്പോസിറ്റ് റോക്കി ഇരിക്കുന്നതും. ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ്. റോക്കി ശരിക്കും അകത്തിരുന്നിട്ട് റോക്കിയും ജാസ്മിനും പിന്നെ ഗബ്രിയൊക്കെ അകത്ത് തന്നെ ഇരുന്നത്. അപ്പോൾ റോക്കി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജാസ്മിനാണ് ഗബ്രീൻ്റെ കൈ പിടിച്ച് വാടാ പുറത്ത് പോയിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഗബ്രീൻ്റെ കയ്യിലും പിടിച്ചിട്ട് ഓപ്പോസിറ്റ് പോയിരുന്നിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തത്. അപ്പം ഈ സീനിൽ, ഈ കാണിക്കുന്ന സീനിൽ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പറയാണ്, അവനറിയാതെ അവനെ പണിയണം. ഇപ്പം നീ എന്ത് പറഞ്ഞാലും അവനെ നോക്കി ചിരിച്ചാലും അവൻ വിചാരിക്കും അവനെയാണ് പറയുന്നതെന്ന്, അവനങ്ങനെ പ്രൊവോക്ഡ് ആവും എന്ന് പറയുന്നു. അങ്ങനെ അവരന്ന് അവിടെ എന്താ ചെയ്തതെന്നുള്ളത് ഇങ്ങനെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്സരേൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളതെന്ന്. അപ്പോൾ അപ്സര പറയുന്നുണ്ട്, ഗബ്രിക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുന്നത് ജാസ്മിനാണ്. അപ്പോൾ ആ ഐസ്ക്രീം കേസിലും ഗബ്രി അവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടാതിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിനാണ് വന്നിട്ട് ഗബ്രിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതെന്ന്. അതിൽ ഇവരുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആയി പിന്നെ സംസാരം. അതിൽ യമുനേൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ യമുനയും പറയുന്നത് ഇവരുടെ തീരുമാനങ്ങളൊക്കെ ഒരുമിച്ചാണ് ലാലേട്ടാന്ന് പറയുന്നുണ്ട്. അതിൽ ശരണ്യ പറയുന്നുണ്ട്, 1 വീക്ക് കൊണ്ട് ഇത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുമോ എന്നറിയില്ല, എല്ലാ കാര്യങ്ങളും ഇവർ ഒരുമിച്ചാണ് ചെയ്യുന്നത് എന്ന്. അതിൽ സുരേഷ് പറയുന്നുണ്ട് അവർ ഫ്രണ്ട്സാണ്, പിന്നെ അവർ അത് ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ. ഋഷി പറയുന്നു, അവൻ വന്ന സമയത്ത് ഒറ്റയ്ക്കായിരുന്നു ലാലേട്ട, അവൻ അങ്ങനെയൊന്നും സംസാരിക്കുന്ന പയ്യനല്ല, പിന്നെ വേറെ ആരോടും സംസാരിക്കാനായിട്ട് അവനിപ്പോൾ സമയം കിട്ടുന്നില്ല, ആ ഐസ്ക്രീം കേസിലൊക്കെ അവൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ, ഇപ്പോഴാണ് അവൻ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ ഋഷി പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്, പവർ ടീമിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴും ഗബ്രി അവിടെ ഫേവറിസം കാണിച്ച് ജാസ്മിനെ സെലക്ട് ചെയ്യണം എന്നായിരുന്നു ഗബ്രിയുടെ നേരത്തെ മുതലുള്ള തീരുമാനം എന്ന്. സിജോ പറയുന്നത്, ഞാനിത് അവരോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പം എപ്പോഴും അവരെ എപ്പോൾ നോക്കിയാലും അവർ ആ രണ്ട് വാഴേൻ്റെ ഇടയ്ക്ക് ആ മൂലയ്ക്ക് ഇരിക്കുന്നത് കാണാമെന്ന്. അതിൽ ഗബ്രീൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഗബ്രി എന്താണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗബ്രി സ്ഥിരം, ലാലേട്ട ഇവരൊക്കെ ഇങ്ങനെ എന്തിനാണ് വളച്ചൊടിക്കുന്നതെന്ന് അറിയില്ല, ഞങ്ങളെ കോർണർ ചെയ്ത് ഞങ്ങളെ ഒറ്റപ്പെടുത്തി, എന്നിട്ട് ഇവരെന്താണ് ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ലാലേട്ടാന്ന്. ജാസ്മിനോട് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ലാലേട്ട എനിക്കിവിടെ അവൻ അടുത്തിരിക്കുമ്പോൾ ഒരു ഹോംലി ഫീലാണ്, ഇപ്പം എന്നെ കേൾക്കാനും എനിക്ക് സംസാരിക്കാനും ഒക്കെ ഒരാളുണ്ടാകുമ്പോൾ ഉള്ളൊരു ഇതാണ് അവൻ്റെ അടുത്ത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അതിൽ റസ്മിനും പറയുന്നുണ്ട്, നമ്മളെ കേൾക്കാനായിട്ട് ഒരാളുണ്ടാകുമ്പോൾ ഒരു കണക്ഷൻ വരും, അതാണ് അവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്നൊക്കെ. റോക്കി പറയുന്നുണ്ട്, അവർ പറഞ്ഞതുപോലെ അവർക്കിടയിലൊരു വൈബുണ്ട്, അത് ചതി, വഞ്ചന, നിലപാടില്ലായ്മ ഇതിൻ്റെയൊക്കെയാണ് എന്ന്. ജാസ്മിൻ ചിരിച്ചോണ്ട് വഞ്ചിക്കുന്ന ആളാണെന്നൊക്കെ റോക്കി പറയുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് അൻസിബ പറയുന്നത്, പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ബിഹേവ് ചെയ്യുന്നതിനൊരു മാനേഴ്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിവർ ചെയ്യുന്നില്ല, എനിക്ക് തന്നെ പലപ്പോഴും ഇവരുടെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നൊക്കെ അൻസിബ് പറയുന്നുണ്ട്. അതേപോലെ എല്ലാവർക്കും ഇവരെ പറ്റിയിട്ട് ഏകദേശം ഈ ഒരു അഭിപ്രായമാണ്, അവർ ഫ്രണ്ട്ഷിപ്പാണോ ലവ് ട്രാക്കാണോ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് റോക്കിയുടെ ദേഷ്യത്തിനെ പറ്റി സംസാരിക്കുന്നു. പിന്നെ റോക്കി അവിടെ ചെയ്തിട്ടുള്ള ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറിയതും ഒരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിച്ചതുമായിട്ടുള്ള വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം റോക്കിക്ക് അതിനുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഈ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചതുമായിട്ട് സംബന്ധിച്ച് അടുത്ത വീക്കിലേക്ക് എവിക്ഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിട്ട് ബിഗ് ബോസ്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, അവിടെ ഞാനൊരു പഞ്ചിങ് ബാഗ് വെക്കാം, എന്നിട്ട് ഓരോരുത്തരുടെയും ഫോട്ടോയും വയ്ക്കാം, നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നവരെ അതിലൊട്ടിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇടിച്ച് ദേഷ്യം തീർത്തോളാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിൻഡോ ചേട്ടനെ കൊണ്ടിട്ട് ലാലേട്ടൻ നവരസം കാണിപ്പിക്കുകയാണ്. പുള്ളി അന്ന് മിററിൽ പോയി നിന്നിട്ട് ദേഷ്യം, രൗദ്രം, ഹാസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് സുരേഷിനെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജിൻഡോ ചേട്ടന്. എന്നിട്ട് കാണിക്കാൻ പറയാണ്, ചിരിച്ച് മരിച്ചത് കണ്ടിട്ട്.
എന്നിട്ട് അപ്സരേൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കണം, ഒരു സെമി ക്ലാസിക്കൽ എന്നിട്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് മോഹിനിയാട്ടം കൂടെ പഠിപ്പിച്ചോളൂ എന്ന്. നൈസായിട്ട് നമ്മുടെ ട്രൂത്ത് ഭാമ ചേച്ചീനെയും കൂടെ ട്രോളി വിട്ടിട്ടുണ്ട് ലാലേട്ടൻ. അതിനുശേഷം പിന്നെ എവിക്ഷൻ പ്രോസസ്സായിരുന്നു. നിഷാന എവിക്റ്റായി. ഇനിയിപ്പോൾ നാളെയും എവിക്ഷൻ പ്രോസസ്സ് തുടരും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ നാളെയും ആരെങ്കിലും ഒരാൾ ഔട്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.